മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. ഏതൊരു മഹത്തായിട്ടുള്ള വ്യക്തി എപ്പോഴോ പറഞ്ഞിട്ടുള്ള വരികളാണിത്. ഈ യഥാർത്ഥത്തിൽ ഈ പണം കൊണ്ട് നമുക്ക് എന്തും ജീവിതത്തിൽ നേടാം എന്ന് പറയുന്നത് ഒരു തെറ്റായ ധാരണ എന്നാണ് ചില അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് സഹിൽ ബ്ലൂമിൻ്റെ ദ 5 ടൈപ്സ് ഓഫ് വെൽത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് പണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ എത്രാമത്തെ സ്ഥാനത്താണ് നിലനിർത്തേണ്ടത് എന്നതിനെക്കുറിച്ച് ഈ ഒരു പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ സേതുലാൽ. സഹിൽ ബ്ലൂം എഴുതിയ ആ ഒരു പുസ്തകത്തിൽ നമ്മുടെ സമ്പത്തിനെ 5 രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ സമ്പത്താണ് സമയസമ്പത്ത്, അതായത് ടൈം വെൽത്ത്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്. രാവും പകലും ഇല്ലാതെ, ശനി ഞായർ അങ്ങനൊന്നും ഇല്ലാതെ, ലീവുകളെ കാര്യങ്ങൾ എടുക്കാതെ ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫ്രീലാൻസ് ആയിട്ടും അങ്ങനെ മറ്റൊരുപാട് കാര്യങ്ങൾ. പക്ഷേ അത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പണം നമുക്ക് ചിലവഴിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ പറ്റാറുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു ടൈം വെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. അതായത് നമ്മൾ അത്രയധികം കാശ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഈ ടൈം വെൽത്തിനെ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പണം ഉള്ളത് കൊണ്ട് സമയം വാങ്ങിക്കാം, ശരിയാണ്. ചിലപ്പോൾ ഏർലി റിട്ടയർമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരുപാട് വലിയ രീതിയിലുള്ള സമ്പത്തും ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റും. ഞാൻ സംസാരിക്കുന്നത് വളരെ ജനറലായിട്ട് ഇന്നത്തെ കാലത്ത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കുറിച്ചാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പണത്തിന് പിറകെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ നഷ്ടമാക്കുന്നത് നമ്മളുടെ മാതാപിതാക്കളോട് കൂടെ ഇരിക്കാവുന്ന അവരുടെ സമയത്തിനായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച സമയം ആയിരിക്കും നമ്മൾ ഈ ഒരു പണത്തിന് പിറകെ ഓടുന്ന സമയത്ത് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏറ്റവും വലുതെന്ന് പറയുന്നത് ടൈം വെൽത്താണ്. സമയം പോയി കഴിഞ്ഞാൽ പോയത് തന്നെയാണ്, പൈസ പോയത് പിന്നെ ഉണ്ടാക്കാം, ശരിയല്ലേ? അടുത്ത പോയിൻ്റാണ് സോഷ്യൽ വെൽത്ത്, അതായത് സാമൂഹിക സമ്പത്ത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഒരു സോഷ്യൽ മീഡിയയിൽ എത്ര പെട്ടെന്ന് നമ്മുടെ ഫോളോവേഴ്സിനെ കൂട്ടാം, അല്ലെങ്കിൽ ഒരു സോഷ്യലി ആക്റ്റീവ് ആവുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ അടുത്ത കാലത്ത് നമുക്ക് ഓരോ ആളുകൾ കാണിച്ചിട്ടുണ്ട്, ശരിയല്ലേ? പക്ഷേ നിങ്ങളൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഒരു പാതിരാത്രി അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് റെസ്പോണ്ട് ചെയ്യുന്ന, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 1-2 സുഹൃത്തുക്കളോ 1-2 ആളുകൾ നിങ്ങൾക്കുണ്ടോ? അതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അതാണ് സോഷ്യൽ സമ്പത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മൾ എന്തിനാ വെറുതെ ആളുകളുമായിട്ട് സംസാരിച്ചിരിക്കുന്നത്, ആ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാമല്ലോ എന്നുള്ളത്. പക്ഷേ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ നമുക്ക് ചില പണത്തിനേക്കാൾ കൂടുതൽ മൂല്യം അല്ലെങ്കിൽ ഒരു കാര്യം ഈ പറയുന്ന സോഷ്യൽ സമ്പത്ത് നമുക്ക് തരാൻ കഴിഞ്ഞേക്കും. ചിലപ്പോൾ ചില ആളുകളുടെ പ്രസൻസ് ആയിരിക്കും നമുക്കവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമായിരിക്കാം. അപ്പോൾ സോഷ്യൽ സമ്പത്ത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ഒരു പോയിൻ്റായിട്ട് നമുക്കിവിടെ കണക്കാക്കാം. മാനസിക സമ്പത്ത് അല്ലെങ്കിൽ മെൻ്റൽ വെൽത്ത്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ ആളുകളും ഓരോ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മളൊരു സാലറിയിൽ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുകയാണ് വലിയൊരു ഉയർന്ന കമ്പനിയിൽ, വലിയൊരു ഹൈ സാലറി, നമ്മൾ ചിന്തിക്കുന്ന അപ്പുറം സാലറി. പക്ഷേ അവിടെ ലീവ് കുറവായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന സമയം കൂടുതലായിരിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു ഹെൽത്ത് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വരാം. അതായത് ഓവർ സ്ട്രെസ് ഉണ്ടാവാം, അതുപോലെ തന്നെ നമുക്കൊരു ടാർഗറ്റ് അച്ചീവ് ആവാതിരിക്കുമ്പോഴുണ്ടാകുന്ന ഓരോ ഇഷ്യൂസ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരുപാട് പണം ഉള്ളത് കൊണ്ട് നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ മെൻ്റൽ സമ്പത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെൻ്റൽ വെൽത്ത് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ശാരീരിക സമ്പത്ത്, ഫിസിക്കൽ സമ്പത്ത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മൾ പണത്തിന് പിറകെ പിന്നാലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ശരീരം അല്ലെങ്കിൽ നോയിക്കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് ഏറ്റവും വലിയ ഡേഞ്ചറായിട്ട് നമുക്ക് തിരിച്ചടിക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ കാശും നമുക്കുണ്ടാകുന്ന രോഗത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സമ്പത്ത് ഉണ്ടാക്കുന്ന കൊണ്ടുള്ള ഗുണം എന്താ? അപ്പോൾ നമ്മൾ നാലാമത്തെ പോയിൻ്റാണ് ഈ ശാരീരിക സമ്പത്ത് എന്ന് പറയുന്നത്. നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് സമയം കണ്ടെത്തി നമ്മുടെ ആളുകൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ഒരു സോഷ്യലി ആക്റ്റീവായിട്ട് നമുക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ മാനസികപരമായിട്ട് നല്ല ഹെൽത്തായിട്ടിരിക്കണമെങ്കിൽ നല്ലൊരു ശരീരം സമ്പത്ത് ഉണ്ടായിരിക്കണം.
അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ പോയിന്റ് നോക്കാം. അഞ്ചാമത്തെ പോയിന്റ് മാത്രമാണ് സാമ്പത്തിക സമ്പത്ത്, അതായത് ഫിനാൻഷ്യൽ വെൽത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന ഇപ്പം ഞാൻ മുമ്പ് പറയുന്ന 4 പോയിന്റുകളും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് ഈ ഒരു വെൽത്ത്, അതായത് ഈ ഫൈനാൻഷ്യൽ സമ്പത്ത് എന്ന് പറയുന്നത്. നമുക്ക് എന്താ പറയുക, ഒരുപാട് നമുക്കൊരു അത്യാവശ്യം നല്ല റിട്ടയർമെൻറ്റ് പ്ലാനൊക്കെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ അത്യാവശ്യം ഫണ്ടുകളൊക്കെ റേസ് ചെയ്ത് മാറ്റി വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു നമുക്ക് ഒരു സമയം കഴിഞ്ഞ് റിട്ടയർഡ് ആവാനും ബാക്കിയുള്ള ടൈം നമ്മൾ കുടുംബത്തിൻ്റെ കൂടെയും സ്പെൻഡ് ചെയ്യാനും പറ്റും. അതിന് പണം ആവശ്യമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സൗഹൃദ വലയങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് പണം അങ്ങനെ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആവുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ മാനസികമായിട്ടുള്ള സമ്പത്തിൻ്റെ കേസിൽ നമുക്ക് അധികം പണം എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതും ഒരുപാട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ശാരീരികപരമായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ഇന്നത്തെ കാലത്ത് നമുക്ക് നടക്കാൻ പോവുക അല്ലെങ്കിൽ ഒരു ജിമ്മിന് പോകുക എന്നൊക്കെ പറയുന്ന സംഭവം ആളുകൾ ഈ പറയുന്ന ജോലിക്ക് വേണ്ടിയിട്ടും മറ്റു കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈ ഒരു സമ്പത്ത് അല്ലെങ്കിൽ ഈ ഒരു വെൽത്ത് ഫിനാൻസ് ആയിട്ടുള്ള കുറച്ച് എമൗണ്ട് മാറ്റി വെച്ച് അതും നമുക്കൊരു കൃത്യമായിട്ടൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിലൊരു സപ്പോർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈ മുമ്പ് പറഞ്ഞ 4 കാര്യങ്ങളിലേക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് ഈ ഒരു ഫൈനാൻഷ്യൽ വെൽത്തിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഏറ്റവും സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാമെന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ കൂടി ഒന്നിങ്ങനെ സ്പ്ലിറ്റായി ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പണം കൊണ്ട് എല്ലാം നേടാം എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ എന്നുള്ളതല്ല. അതിലേക്ക് ഒരുപാട് ചിന്തിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ 2026 ഫെബ്രുവരി മാസം ആകുമ്പോഴേക്കും 2 മാസമേ ഈ ഒരു വർഷത്തിൽ ആരംഭിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇന്ന് മുതൽ ചിന്തിച്ചു തുടങ്ങാം. വലിയൊരു ഒരു എക്സാമ്പിൾ പറയുമ്പോൾ വലിയൊരു ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങളെ കയ്യിലേക്ക് കിട്ടുകയാണ്, അതും വലിയൊരു സാലറിയിൽ. പക്ഷെ അവിടെ നിങ്ങൾക്ക് സമാധാനമില്ലെങ്കിൽ അത് എങ്ങനെ നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്നുള്ളത് കൃത്യമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇതുപോലെ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഫോളോ ചെയ്യാം. ഇറ്റ്സ് മീ സേതുലാൽ സൈനിങ് ഓഫ്. ബൈ.